ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വെള്ളക്കടല വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ്. ഇതൊരു അറേബ്യൻ സ്നാക്സ് ആണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്കൊരു അറബിക് ഡിഷായ കാരണം തന്നെ അതൊരു വെറൈറ്റി ഉണ്ട്. നമ്മൾ എപ്പോഴും മലയാളി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കണ്ടില്ലേ? ഇതുപോലെ പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിടും. പിന്നെ ഇതിൻ്റെ കൂടെ ഹമ്മൂസും മയനീസൊക്കെ ഡിപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ. ഞാൻ ഇപ്പോൾ ഇവിടെ സോസ് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. വെള്ളക്കടല വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പിന്നെ നമുക്കത് കഴുകി വൃത്തിയാക്കിയിട്ട് ശേഷം അരിപ്പിലിട്ട് നന്നായി വാരച്ചിട്ട് വെള്ളമൊക്കെ കളയാം കേട്ടോ. അപ്പം ഇനി അതിലേക്ക് ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു 3 വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഉണ്ട് കേട്ടോ. ഇത് കടല നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ വെള്ളമൊന്നും ഇല്ലാണ്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ. വെള്ളം ഒട്ടും പാടില്ല. ഇനി അതിലേക്ക് ഞാൻ സവാള ഇടുന്നുണ്ട് കേട്ടോ. സവാള, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയിലും കൂടിയിട്ട് ഒക്കെ കൂടിയിട്ട് അരച്ചെടുക്കുക. നന്നായി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് മല്ലിയിലില്ലെങ്കിൽ നമുക്ക് പാഴ്സലി ലീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായി ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇഷ്ടമുള്ള ഷേപ്പിന് ചെയ്യാം. ഞാനിവിടെ ഒരു ബോളാക്കിയിട്ട് പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ, ഇത് നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് വെള്ളക്കടല വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഉണ്ടാക്കി വെച്ച ഫലാഫലെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡ് നന്നായി മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് ബ്രൗൺ കളറാണ് വരെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, കണ്ടില്ലേ? പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിയും. അപ്പോൾ ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ എപ്പോഴും നമുക്ക് ഒരേപോലെ ട്രൈ ചെയ്യാണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ എല്ലാവർക്കും നന്നായി ഇഷ്ടമാക്കും. കണ്ടില്ലേ? ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതൊരു പച്ച കളറിലാണ് ഉണ്ടാവുക കേട്ടോ ഉള്ളിൽ. കാരണം ഇത് നന്നായി മല്ലിയിലും പാഴ്സൽ ലീഫൊക്കെ ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കണം. കാരണം അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.